നമസ്കാരം. അപ്രതീക്ഷിതമായി മോദി സർക്കാർ സാമ്പത്തിക സംവരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാമ്പത്തിക സംവരണം നടപ്പിലാക്കാൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പായിട്ടും പ്രതിപക്ഷ പാർട്ടികളെ ആശയക്കുഴപ്പത്തിലാക്കുന്നതിനും മുന്നോക്ക വോട്ടുകൾ ഒരുമിപ്പിക്കുന്നതിനും വേണ്ടി മാത്രമാണ് ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു നിയമം നടപ്പിലാക്കണമെങ്കിൽ ഭരണഘടന ഭേദഗതി ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുമ്പോൾ പട്ടികജാതിയിൽപ്പെട്ടവർക്കും പട്ടികവർഗത്തിൽപ്പെട്ടവർക്കും മാത്രമായിരുന്നു സംവരണം. ജനതാ പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ, അതായത് മൊറാർജി ദേശായി അധികാരത്തിൽ വന്നപ്പോൾ മറ്റു പിന്നോക്ക വിഭാഗക്കാർക്ക് സംവരണം കൊടുക്കുന്നതിനെ കുറിച്ച് പഠനം നടത്താൻ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ BP മണ്ഡലിനെ ചുമതലപ്പെടുത്തി. അദ്ദേഹം 1980 നൽകിയ റിപ്പോർട്ടാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്. അത് 1990 VP സിംഗ് എടുത്ത് പുറത്തെടുക്കുന്നത് വരെ അകത്ത് തന്നെ പൊടി പിടിച്ചിരിക്കുകയായിരുന്നു. 1990 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിക്കൊണ്ട് VP സിംഗ് പ്രഖ്യാപനം നടത്തിയപ്പോൾ ഉണ്ടായ ഭൂകമ്പം വിശ്വസിക്കാൻ കഴിയുന്നതിനപ്പുറമായിരുന്നു. എന്തായാലും 1992 കേന്ദ്ര സർക്കാർ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കി. അതോടെ 27% സംവരണം കൂടി വന്നതോടുകൂടി ഇന്ത്യയിലെ സംവരണത്തിന്റെ അളവ് 49%. ഇത് സംബന്ധിച്ച അന്തിമ വിധി സുപ്രീം കോടതി ഇന്ദിരാ സൈനി കേസിൽ വിധിച്ചപ്പോൾ കൃത്യമായി പറഞ്ഞിരുന്നു സംവരണം എന്നത് 50% കടക്കരുത് എന്ന്. അതായത് ഏത് സംസ്ഥാനവും സംവരണം നടപ്പിലാക്കണമെങ്കിൽ അത് 50% താഴെ നിൽക്കണം എന്ന് സുപ്രീം കോടതിയുടെ 9 അംഗ ബെഞ്ച്, ഭരണഘടനാ ബെഞ്ച് വിധിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനെ മറികടക്കാൻ ആർക്കും സാധ്യമല്ല. ഒരു വശത്ത്, അതായത് സാമ്പത്തിക സംവരണം 50% അപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ പ്രത്യേകമായ ഭരണഘടനാ ഭേദഗതി വേണം. ആ ഭരണഘടനാ ഭേദഗതി ഒരു വശത്ത്. രണ്ടാമതൊരു കാര്യമുള്ളത്, റിസർവേഷൻ എന്ന് പറയുന്നത് ഭരണഘടന ഭേദഗതി വഴി മാത്രം നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ്. 50% അപ്പുറത്തേക്ക് പോകുന്നതല്ല. സാമ്പത്തിക സംവരണം എന്ന നയം നടപ്പിലാക്കണമെങ്കിലും ഭരണഘടനാ ഭേദഗതി വേണം. കാരണം സംവരണത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സാമ്പത്തികമായ അപ്ലിഫ്റ്റിംഗ് അല്ല, നേരെ മറിച്ച് സാമൂഹികമായ അപ്ലിഫ്റ്റിംഗ് ആണ് എന്ന് നമ്മുടെ ഭരണഘടന നിർമ്മാതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംവരണം ഏർപ്പെടുത്താൻ ഭരണഘടന തീരുമാനിച്ചത്. എന്നാൽ മറ്റു പിന്നോക്ക വിഭാഗങ്ങളും സാമൂഹികമായി പിന്നോക്കാവസ്ഥയിലാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി മണ്ഡൽ കമ്മീഷൻ അവർക്കും അവസരം നൽകി. എന്നാൽ സാമ്പത്തിക സംവരണം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ അന്തസ്സത്തിന് എതിരായതുകൊണ്ട് തന്നെ അതും നടപ്പിലാക്കണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി വേണം. അതായത് 2 ഭരണഘടനാ ഭേദഗതികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ മോദി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന നയം നടപ്പിലാക്കാൻ പറ്റൂ. ഒന്ന്, നമ്മുടെ ഭരണഘടനയുടെ അന്തസ്സത്തിന് എതിരായ സാമ്പത്തിക സംവരണം നടപ്പിലാക്കാൻ ഭരണഘടനാ ഭേദഗതി വേണം. 2, 50% അപ്പുറത്തേക്ക് സംവരണം പോവരുത് എന്ന സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ ഭരണഘടനാ ഭേദഗതി വേണം. അങ്ങനെ 2 ഭരണഘടനാ ഭേദഗതികൾ നടപ്പിലാക്കിയാൽ മാത്രമേ ഈ നിയമം നടപ്പിലാക്കാൻ കഴിയൂ. ഇനി രണ്ടാമത്തേത്, എങ്ങനെയാണ് ഭരണഘടന ഭേദഗതി ചെയ്യുന്നത്? പലരും മനസ്സിലാക്കാതെ പോകുന്നത്, ഏത് രാജ്യസഭയിലോ ലോക്സഭയിലോ ബില്ല് അവതരിപ്പിക്കാം. അവതരിപ്പിക്കുന്ന സഭയിൽ ആദ്യം 2/3 ഭൂരിപക്ഷത്തിൽ വിജയിക്കണം. ഇപ്പോൾ ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ 360 പേരുടെ പിന്തുണ നേടണം. ഇപ്പോൾ BJPക്കെതിരെയുള്ള പിന്തുണയില്ല. കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. CPM പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിലും CPMന്റെ പിന്തുണ കൊണ്ടൊന്നും ഭരണഘടനാ ഭേദഗതി സാധ്യമല്ല. പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ് ഇന്ത്യയിലെ ഒട്ടേറെ ജനപ്രതിനിധികൾ എന്നതിനാൽ ഇത് അസാധ്യമാണ്. ഇന്ത്യയിലെ ജനസംഖ്യയുടെ 52% പേർ പിന്നോക്കക്കാരാണ് എന്ന വസ്തുതയാണ് പലരും മറച്ചുവെക്കുന്നത്. പിന്നോക്ക വിഭാഗത്തിലുള്ളവർക്ക് ഓൾറെഡി സംവരണം ഉള്ളതുകൊണ്ട് അവർ എതിർക്കുകയില്ല എന്ന് പറയുന്നത് മൗഢ്യമാണ്. ആ സംവരണം അവരുടെ അവകാശമാണ്. സാമ്പത്തിക സംവരണത്തെ മറ്റാരും അനുകൂലിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കാൻ ലോക്സഭയിൽ സാധ്യമല്ല. ലോക്സഭയിൽ പാസ്സാക്കിയാൽ ഇത് രാജ്യസഭയിൽ പാസ്സാക്കണം. അവിടെയും 3/2 ഭൂരിപക്ഷം വേണം. സാധ്യമല്ല. ഇത് രണ്ടിടത്തും പാസ്സാക്കിയാൽ
നിയമസഭകളിലെ 50% സംസ്ഥാനങ്ങൾ പാസ്സാക്കണം. ഒരുപക്ഷെ BJPയുടെ കയ്യിലുള്ള സംസ്ഥാനങ്ങൾക്ക് അത് സാധിച്ചെന്ന് വരാം. എന്തായാലും ഒരു കാരണവശാലും 3 മാസം മാത്രം അവശേഷിക്കുന്ന മോദി സർക്കാരിന് ഈ ബില്ല് അവതരിപ്പിക്കാൻ സാധിക്കും, പാസ്സാക്കാനോ സാധിക്കുകയില്ല എന്നുറപ്പായിരിക്കെ ഇപ്പോൾ ധൃതി പിടിച്ച് ഇങ്ങനെയൊരു തീരുമാനമെടുത്തിരിക്കുന്നത് സംവരണ വിരുദ്ധരെ പ്രീതിപ്പെടുത്താനും മുന്നോക്ക വോട്ടുകൾ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗിമ്മിക്ക് മാത്രമാണ്. അറിയുക, സാമ്പത്തിക സംവരണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മോദിയുടെ പ്രഖ്യാപനം ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ്. അത് നടപ്പിലാകാൻ പോകുന്നില്ല, നടപ്പിലാകാൻ പ്രായോഗികമല്ല. എന്നാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് ചില ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക, കോൺഗ്രസിനെ പോലുള്ള പാർട്ടിയെ മുൾമുനയിൽ നിർത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മാത്രം ഇട്ടുകൊണ്ട് മുന്നോക്ക വിഭാഗങ്ങൾക്കൊപ്പമാണ് തങ്ങളെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മോദിയും അമിത്ഷായും ഒരുക്കിയ ഒന്നാം തരം തട്ടിപ്പല്ലാതെ മറ്റൊന്നുമല്ല ഈ പ്രഖ്യാപനം. ഇത് നടപ്പിലാകാൻ പോകുന്നേയില്ല. ഇപ്പോഴെന്നല്ല, മോദി കൂടുതൽ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നാലും ഇത് നടപ്പിലാകാൻ പോകുന്നില്ല.